ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഗുരുവായൂർ പോണതാട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി ഗുരുവായൂർ പോവുകയാണ്. ഞാനും അമ്മയും പിന്നെ എൻ്റെ മേമയുടെ മോളുമാണുള്ളത്. ഞങ്ങൾ മൂന്നാളും കൂടെ ഗുരുവായൂർ പോവുകയാണ്. നമ്മളെ വീട്ടിലെ സ്റ്റോപ്പിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ഗുരുവായൂർക്ക് ബസ്സുണ്ട് കേട്ടോ. ഒരു 6:50 ഒക്കെ ആകുമ്പോൾ ഒരു ബസ്സുണ്ട്. നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ ബസ്സിൽ പോയിട്ടോ. അപ്പോൾ രാവിലെ ആയി കാരണം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ട് വേഗം പോയത് ക്ലോക്ക് റൂമിലേക്കാണ്. ക്ലോക്ക് റൂമിൽ പോയിട്ട് അവിടെ ഫോണും ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ കയറാൻ വേണ്ടി ക്യൂ നിന്നിട്ടോ. ഉള്ളിൽ കയറി തൊഴുത് അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ച് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളൊരു 8:30 ആകുമ്പോൾ നമ്മൾ വരിക്ക് നിന്ന് ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴണത് 1:30 ഗൈസ്. അത്രയും തിരക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് തന്നെ അത് തൊഴുതിറങ്ങി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ അന്നദാനത്തിന് വരി നിന്നിട്ട് അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ അവിടെ പ്രിയങ്ക ഉണ്ട്, പ്രിയങ്ക ഫാൻസി. ആ കട എല്ലാവർക്കും പരിചയമായിരിക്കും. നമ്മൾ ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നമ്മൾ കയറേണ്ട ഒരു ഷോപ്പാണ് പ്രിയങ്ക. എന്തോരം സാധനങ്ങളാണ്, വളകൾ, മാല, എല്ലാ സംഭവങ്ങളും. വളകളൊക്കെ എത്ര കളക്ഷൻസ്, കുപ്പിവളയും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വളിമാലയും അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെ തിരിച്ച് നമുക്ക് നേരിട്ട് അവിടെ നിന്നൊരു ബസ്സും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ ആ ബസ്സിന് പോകുന്നു. അങ്ങനെ വീട്ടിൽ ഗുരുവായൂരിൽ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാലോ. ആദ്യം തന്നെ പാൽപ്പായസം ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ ഡപ്പയാണ്. വെണ്ണ, ഞാൻ വെണ്ണ നല്ല ഫാനാണ് കേട്ടോ. ഈ വെണ്ണ ഭയങ്കര ഇഷ്ടമാണ്. പഞ്ചസാര, പിന്നെ പഴം. നമുക്ക് പായസം കുടിച്ചാലോ, പാൽപ്പായസം. ആരൊക്കെയാണ് പാൽപ്പായസത്തിൻ്റെ ഫാൻസ് കമൻറ്റ് ചെയ്യട്ടോ. പാൽപ്പായസം കഴിക്കുകയാണ്.